Hi all, welcome back. ഇന്ന് നമ്മളൊരു സിമ്പിൾ ബേസിക് ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു ചോക്ലേറ്റ് കേക്കിൻ്റെയും ബേസ് കേക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് ഓവൻ ഉപയോഗിച്ചും അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് എങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കേക്കിന് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതുപോലെ ഞാനിവിടെ മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ടാണ് പൊടികളൊക്കെ അളന്നെടുക്കുന്നത്. മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്. കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പും 1 ടേബിൾ സ്പൂണും മൈദ, 250 ml ഒരു കപ്പിന് 1 കപ്പും 1 ടേബിൾ സ്പൂണും മൈദ, ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അരിപ്പയിലിട്ട് നന്നായിട്ട് 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ അരിപ്പയിലിട്ട് 1-2 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം സ്ലോ സ്പീഡിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1-ലോ 2-ലോ ഇട്ടിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്ലോ സ്പീഡിലായിരിക്കണം ബീറ്റ് ചെയ്യേണ്ടത്. ആദ്യം പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പീഡ് പതുക്കെ കൂട്ടിയാൽ മതി. പഞ്ചസാര മുഴുവനായി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീഡ് 3-ലോ 4-ലോ ഒക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 8 മുതൽ ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് കേക്കിന് അത്യാവശ്യം ഹൈറ്റ് ഇല്ലാതാവും. നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിന് ആവശ്യത്തിനുള്ള ഹൈറ്റ് കിട്ടാതെ വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഒരു 3-4-ലോ മാക്സിമം സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ കളറ് യെല്ലോയിൽ നിന്ന് വൈറ്റ് കളർ ആകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് റിബൺ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലും ബട്ടറും ഒന്ന് ചൂടാക്കി എടുക്കാം. 1/2 കപ്പ് പാല്, മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് പാല്, അതിലേക്ക് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പാല് ചൂടാകുന്നതോടുകൂടി ബട്ടർ മെൽട്ടാകുന്നതായിരിക്കും. ഇതൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് വേണം ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്യാം.
അതിൻ്റെ ഒപ്പം ബൗളും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയതായിട്ട് ബേക്കിംഗ് പഠിക്കുന്നവർക്ക് പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ ബേക്കിംഗ് ചെയ്യുന്നത് കഴിയുമ്പോഴായിരിക്കും കേക്ക് നടുക്ക് പൊന്താതെ താഴ്ന്നിരിക്കുക. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ആദ്യം മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ 3 പ്രാവശ്യമായിട്ട് 3-4 പ്രാവശ്യമായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ബൗളും കൂടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും മൈദ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാലും ബട്ടറിലേക്ക് ഇതൊന്ന് ചേർത്തി കൊടുക്കാം. എന്നിട്ട് കേക്ക് ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അല്പം കേക്ക് ബാറ്റർ എടുത്ത് ആദ്യം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരേ കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും ഒരേ കൺസിസ്റ്റൻസിയിൽ വന്നതിന് ശേഷം നമുക്കത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് റേഞ്ചസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. കൺവെക്ഷൻ ഓവൻ വിത്ത് ഫാൻ ഓപ്ഷൻ വരുന്നതാണെങ്കിൽ ഒരു 150 ഡിഗ്രിയിൽ, ഫാൻ ഇല്ലാത്ത ഓപ്ഷൻ ആണെങ്കിൽ ഒരു 160 ഡിഗ്രിയിൽ, OTGയിൽ ഒരു 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യുക. ഒരു 45 to 50 മിനിറ്റ്സ്. ആദ്യത്തെ ഒരു 25 to 30 മിനിറ്റ് ഓവൻ തുറന്ന് നോക്കരുത്. ഇനി നമുക്കിതിന് ഒരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 9 ഇഞ്ച് പാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 കിലോ വരുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുക. എന്നിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് പ്രീഹീറ്റഡ് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റിന് ശേഷം ഒന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒട്ടാതെ വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.